സൗദിയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് റിയാദിലെ നിയമസഹായ സമിതി. നിലവിൽ നാട്ടിൽ നിന്നും അയച്ച ഫണ്ട് ഇന്ത്യൻ എംബസി വഴി ഗവർണറേറ്റിലേക്കാകും എത്തിക്കുക. അതിനുശേഷം ഗവർണറേറ്റ് ഇക്കാര്യം സൗദിയിലെ കോടതിയിലേക്ക് അറിയിക്കും. ഇതോടുകൂടി റഹീമിന്റെ മോചനം എളുപ്പമാകും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിനെല്ലാമുള്ള മറുപടികൾ നൽകുകയാണ് റിയാദിലെ നിയമസഹായ സമിതി. റഹീമിന്റെ മോചനത്തിനായി അതിവേഗത്തിലുള്ള ശ്രമങ്ങളാണ് ഫണ്ട് കളക്ഷന് പിന്നാലെ നടക്കുന്നത്. എങ്കിലും സ്വാഭാവികമായ കോടതി നടപടിക്രമങ്ങൾ തീരാൻ സമയമെടുക്കും. കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. നിലവിൽ കേസ് എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ഫണ്ട് എംബസി എംഇഎയിലാണ്, എംഇയുടെ അക്കൗണ്ടിലാണുള്ളത്. എംഇയുടെ അക്കൗണ്ടിൽ നിന്ന് നാളെ തന്നെ എംബസിയുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എംബസി അവിടുന്ന് നമുക്ക് സർട്ടിഫൈഡ് ചെക്ക് ഇഷ്യൂ ചെയ്യും. അത് പിന്നെ ഈ കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലായിരിക്കും ചെക്ക് ഇഷ്യൂ ചെയ്യുക. ആ ചെക്ക് പിന്നെ നമ്മുടെ വക്കീലിൻ്റെയും എംബസി ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നമ്മുടെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖിൻ്റെയും നേതൃത്വത്തിൽ ഗവർണറേറ്റിൽ സബ്മിറ്റ് ചെയ്യും. ഗവർണറേറ്റിൽ ഇവരെ പിന്നെ അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ വാദിഭാഗത്തിൻ്റെ വക്കീലിനെയും അവരുടെ അനന്തരാവകാശികളെയും അവിടെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഒരു കരാർ സുൽഹുണ്ട്. ഈ പിന്നെ നമ്മുടെ അത് കരാർ ഒപ്പിട്ടതിന് ശേഷം ആ കരാറും അതുമായി ബന്ധപ്പെട്ട നടപടികളും തുടരുന്നതിന് വേണ്ടി കോടതിയിലേക്കാക്കും. ഈ കോടതിയിൽ നിന്നാണ് പിന്നീട് നമുക്ക് മറ്റ് നടപടികളിലേക്ക് പോവുക. അതിൽ പിന്നെ വധശിക്ഷ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിടുതലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയാണ് പിന്നെ സിറ്റിങ്ങിൽ തീരുമാനിക്കുക. അതായത് റഹീമിന്റെ മോചനത്തിനായി അയച്ച തുക നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലാണ്. അത് എംബസി അക്കൗണ്ടിലേക്ക് മാറ്റും. പിന്നീട് ചെക്കായി റിയാദിലെ ഗവർണറേറ്റിലേക്ക് കൈമാറും. ഗവർണറേറ്റ് അതിന്റെ വിവരം കോടതിയെ അറിയിക്കും. കേസിൽ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ വൈകലാണ് നിലവിലുള്ളതെന്ന് റിയാദിലെ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ബലിപെരുന്നാളിന് മുമ്പേ റഹീമിനെ ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കണമെന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇവിടെയുള്ള സ്വാഭാവികമായ കാലതാമസം നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിലുള്ള സമയം അത് എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നമുക്ക് അതിന് സിറ്റിങ്ങിന് ഡേറ്റ് തരിക എന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഈദ് അടുത്തതുകൊണ്ട് കോടതിയുടെ ഷെഡ്യൂളൊക്കെ പൂർത്തിയായി എന്നാണ് നേരത്തെ നജാത്തി സാഹിബുമായൊക്കെ ബന്ധപ്പെട്ട് ഇവിടെയുള്ള വക്കീലന്മാരൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ആ ഡേറ്റ് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സമയപരിധി. അത് പരമാവധി ബലിപെരുന്നാളിന് മുമ്പ് തന്നെ പുറത്തിറക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് ഒരുപക്ഷെ അതിനുശേഷവുമായിരിക്കും. ഈ കേസിൽ സൗദി കോടതിയുടെ നടപടികൾ സംബന്ധിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരും വിധം ചിലർ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചും റിയാദിലെ നിയമസഹായ സമിതി വിശദീകരിച്ചു. കേസിൽ കൊല്ലപ്പെട്ട സൗദി പൗരന്റെ പിതാവ് മരണപ്പെട്ടതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ഇതോടെ ഈ കേസിൽ പിന്നീട് തീർപ്പ് പറയേണ്ട ബാധ്യത കൊല്ലപ്പെട്ട സൗദി പൗരന്റെ സഹോദരങ്ങളുടേതും കുടുംബത്തിൻ്റെതുമായി. അവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായി തീരുമാനമെടുക്കും വരെ റഹീമിനെ ജയിലിൽ നിർത്തുകയായിരുന്നു. ഈ കുടുംബം നിങ്ങൾക്കറിയാം. ഈ കുടുംബത്തിലെ ഒരു നാഥൻ അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ സൗദി അറേബ്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കറിയാം അനന്തരാവകാശികളാണ് പിന്നീട് അനസുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കൽ ഒഫീഷ്യലായിട്ട്. അങ്ങനെ ഈ നാഥൻ മരണപ്പെട്ടതോടുകൂടി അതിൽ ഒരു ബ്രദർക്ക് എന്തുണ്ടായിരുന്നു, അദ്ദേഹം 2 വയസ്സിട്ടുള്ളായിരുന്നു, മനസ്സിലായി. അപ്പം അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരുന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് എന്തായത് കോടതി പോലും കടന്നത്. കോടതിയിൽ പലവട്ടം ഒത്തുതീർപ്പിന് ശ്രമിച്ചപ്പോഴും കൊല്ലപ്പെട്ട അനസിയുടെ ഉമ്മ ഉൾപ്പെടെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതിന് കാരണമായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ മെഡിക്കൽ രേഖകളാണ്. വധശിക്ഷയിൽ കവിഞ്ഞൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ള ഉറച്ച നിലപാടാണ് അനസിൻ്റെ ഉമ്മ സ്വീകരിച്ചത്, മരണപ്പെട്ട അനസിൻ്റെ ഉമ്മ. അപ്പോൾ പുറത്തു നിന്നുള്ള പല സമ്മർദ്ദങ്ങളുണ്ടായപ്പോൾ ഇവർ പിന്മാറി. കാരണം സൗദി അറേബ്യയിൽ ഒരാൾക്കും, അതായത് നിങ്ങൾക്കറിയാം, ഇവിടെ 1-2 വേലക്കാരികൾ മരണപ്പെട്ടപ്പോൾ ആ രാജ്യങ്ങൾ അംബാസഡറെ തിരിച്ചു വിളിക്കുകയുണ്ടായി. അംബാസഡറെ തിരിച്ചു വിളിച്ചപ്പോൾ സൗദി അറേബ്യ എന്താ പറഞ്ഞത്, ജുഡീഷ്യറി തീരുമാനിക്കുന്ന, അതിൽ ഗവൺമെൻറ് ഇടപെടുകയില്ല എന്നുള്ള നയമാണ്. അപ്പോൾ ഈ ഉമ്മ ഉറച്ചു നിന്നു, അത് സ്വീകാര്യമല്ല. പിന്നെയും ചർച്ചകൾ നടന്നു.
ചർച്ചകൾ നടന്നപ്പോഴാണ് ഈ 15 മില്യൺ. അതും ഭാരിച്ച ഒരു സംഖ്യയാണെന്ന് നമ്മൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾക്കൊന്ന് ശ്രമിക്കാം. എന്തായിരുന്നാലും മനസ്സ് 30 മില്യൺ അതെ. കേസിൽ റഹീമിനെ സഹായിക്കാനെത്തി പിന്നീട് പ്രതിയായി മാറിയ റഹീമിന്റെ ബന്ധു നാട്ടിൽ നിന്നും കേസിന്റെ സുതാര്യതയില്ലായ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് സൗദി കോടതിയിലെ വിവർത്തകനായ മുഹമ്മദ് നജാത്തി ഇങ്ങനെ പറയുന്നു. നമ്മുടെ ഈ കൂട്ടുപ്രതി പബ്ലിക് റൈറ്റ് അനുസരിച്ച് 2 വർഷവും 300 അടിയായി. പിന്നെ സ്വകാര്യ റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് റൈറ്റ് അനുസരിച്ച് വധശിക്ഷ കൊടുക്കണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അനസിൻ്റെ കുടുംബം. അങ്ങനെ ഒരുപാട് വർഷം കടന്നപ്പം 2015 വധശിക്ഷയിൽ നിന്ന് ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ 2016 ഇദ്ദേഹത്തെ ഒരു ഇവിടുത്തെ ഉള്ള ഒരു വ്യക്തി ജാമ്യത്തിലെടുക്കുന്നത്. പിന്നെ ഇദ്ദേഹം നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ നാട്ടിലേക്ക് കടന്നതായിട്ടാണ് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മൾക്കറിയാൻ സാധിച്ചത്. കോടതി കേസിൽ പൂർണ്ണമായും അടിസ്ഥാനമാക്കിയത് തെളിവുകളും മെഡിക്കൽ രേഖകളുമാണെന്ന് സമിതി ആവർത്തിച്ചു. 34 കോടിക്കായി തുടങ്ങിയ ശ്രമത്തിൽ 47 കോടിയോളം രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച ആകെ തുക. വളരെ സന്തോഷകരമായി തോന്നിയ കാര്യം, നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന 15 മില്യൺ അനുസരിച്ചുള്ള തുകയേക്കാളേറെ, ഏകദേശം അതിലേറെ ഒരു 10-12 കോടിയോളം രൂപ നമുക്ക് എക്സ്ട്രാ അയച്ചു തന്നാണ് നമ്മുടെ ലോക മലയാളി സമൂഹം നമ്മളോട് സഹകരിച്ചത്. ഏകദേശം ഒരു 47 കോടിയോളം രൂപ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവർ അവതരിപ്പിക്കും. വക്കീൽ ഫീസുകളും നിയമച്ചിലവുകളും കഴിഞ്ഞു വരുന്ന ബാക്കി തുക എന്ത് ചെയ്യണമെന്നത് നാട്ടിലെ സഹായ സമിതി തീരുമാനിക്കും. കേസിൽ പണമിടപാട് ഉൾപ്പെടെ സുതാര്യമായാണ് നടന്നത്. ആപ്പ് വഴിയല്ലാതെ വേഗത്തിൽ പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച്, ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇവയെല്ലാം ചേർത്തുള്ള തുകയാണ് 47 കോടി. പിന്നെ ഉമ്മായുടെ പേരിലാണ് നമ്മുടെ അക്കൗണ്ട് പോകുന്നത്. ഒരു അക്കൗണ്ട് SBIയിലും ഉമ്മായുടെ പേരിലുണ്ടായി. ബാക്കി ഈ പറഞ്ഞതുപോലെ GPay അക്കൗണ്ടുകളുമാണ് ഉണ്ടായത്. അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ട്. എല്ലാം ഈ പറയുന്ന 15 മില്യൺ റിയാലിന് തുല്യമായ തുക കൂടി ഇങ്ങോട്ട് അയച്ചതിന് ശേഷം അതിൻ്റെ മൊത്തമായ വരവും ചെലവും കണക്കാക്കി ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി നടത്തും. അവരത് കൃത്യമായി പുറത്തിറക്കുകയും ചെയ്യും. കേസിൽ മുമ്പ് ഇടപെട്ട് ഫണ്ട് സ്വന്തമാക്കാൻ ശ്രമിച്ച റിയാദിലെ ചിലരുണ്ട്. അവരുടെ പ്ലാനിംഗ് നടക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തുള്ളത്. അത് സഹായ സമിതി വിശദീകരിച്ചു. പേര് പറയാതെ തന്നെ ഈ വ്യക്തിന്റെ അവസ്ഥ തന്നെ ഒന്നാമത് അയാൾ ഉറൂബാണ്, രണ്ടാമത് മസ്റൂബാണ്, മൂന്നാമത് അയാളെ കയ്യേറ്റം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണം. ഇയാളാണ് ഇതിന്റെ പിന്നിൽ പോകുന്നത്. മാത്രമല്ല അയാൾ ഉണ്ടാക്കി വെച്ച കെണികള്, ഈ അതിന്റെ കെണീന്റെ ബാക്കിയാണ് നാട്ടിൽ നിന്ന് ഈ KM ബഷീർ പോലുള്ള ആളുകൾ. സൗദി നിയമങ്ങളിലെ സുതാര്യത അറിയാത്തവരാണ് കേസിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊണ്ട് തന്നെ നാട്ടിലെ ട്രസ്റ്റിന് റിയാദിലെ സഹായ സമിതി അവർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേസിൽ റഹീം പുറത്തിറങ്ങുന്നത് തടയാനാണ് ചിലരുടെ ശ്രമം. സമിതിയുടെ പേരിൽ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. അവർക്ക് ഈ സൗദി അറേബ്യയിലേക്ക് ഒരു വിസിറ്റ് വിസ ഒക്കെ എടുത്ത് വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇന്നത്തെ സൗദി അറേബ്യ ഓപ്പണാണ്. നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം അബ്ദുറഹീം പുറത്തിറങ്ങട്ടെ എന്നുള്ളത് എനിക്ക് കാത്തിരിക്കുകയാണ്. കാരണം നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ ലക്ഷ്യം അബ്ദുറഹീം പുറത്തിറങ്ങുക എന്നുള്ളത്. കേസിൽ പ്രതിഭാഗം വക്കീലിന് ഫീസ് നൽകേണ്ടി വരുന്നത് ഒത്തുതീർപ്പിന് സഹായിച്ചത് അയാളായതിനാലാണ്. കേസിൽ വക്കീലുമാർക്കുള്ള ഫീസ് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. 34 കോടി പിരിച്ചെത്തുമോ എന്ന് ഫണ്ട് കളക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഉറപ്പ് പോലും ഇല്ലായിരുന്നു. ഇതാണ് കാരണമെന്ന് സഹായ സമിതി വിശദീകരിച്ചു. റഹീമിന്റെ മോചനത്തിന് ശേഷം ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറയുന്നു.